പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ദിനത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൽ വിളങ്ങി നിന്നിരുന്ന ശുദ്ധത എന്ന പുണ്യത്തിൽ വളരാൻ വേണ്ട ദൈവകൃപ ഇത് കാണുന്ന ഓരോ മകനും മകൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ ലേഖനം 13:5. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഇത് പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുക, നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നാളും എന്നെ ഒന്ന് പരിഗണിക്കുന്നില്ലല്ലോ, എന്നാലും എന്നെ ഒന്ന് മാനിക്കായിരുന്നില്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ, അത് ഏത് ബന്ധം എടുത്തു, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ജോലിക്കാരും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരും തമ്മിൽ, എല്ലാ ബന്ധങ്ങളിലും ഇതുണ്ട് അല്ലേ. നമുക്ക് ശരിക്കും എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ അവഗണിക്കുകയാണ്, അങ്ങനെ കുറച്ച് തോന്നൽ വരില്ലേ സഹോദരങ്ങളെ. എന്നാൽ വചനം പറയാണ്, ദൈവം, ഈ ലോകത്തിലെ ഏറ്റവും ഭീകരമായത് ദൈവം എന്നെ മനസ്സിലാക്കുന്നു, ദൈവം എന്നെ അംഗീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അറിയാതെ പോകുന്നതാണ് ഏറ്റവും ഭയാനകമായ അവസ്ഥ എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല, ദൈവം എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളിലും ആ വിള്ളൽ വളരെ പ്രത്യക്ഷമായ വിധത്തിൽ കാണാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ നൂറുകണക്കിന് കുടുംബങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ്റെ കാണാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. ബന്ധങ്ങളിലെ വിഷയങ്ങൾ ഞാൻ കണ്ടൊരു പ്രത്യേകത, എവിടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിച്ചിട്ടുണ്ടോ, ജീവിതങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടിട്ടുണ്ടോ, കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ യേശു തന്നെ അമൂല്യനായി കാണുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ ജനത്തിൽ നിന്ന് പിശാച് ആദ്യമേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഞാൻ അവഗണിക്കപ്പെടുന്നവനാണ്, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്ന തോന്നലൊക്കെ പ്രിയ സഹോദര സഹോദരി നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ആദ്യം ആത്മശോധന ചെയ്യേണ്ടത്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ഞാൻ അത്രമാത്രം ആഴപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിലെ കുറവ് ബാക്കി എല്ലാ ബന്ധങ്ങളിലേക്കും അത് ബാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ആശീർവാദ വേളയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ആരും എന്നെ നോക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തയ്ക്കുണ്ടെങ്കിൽ ഈ വചനം ആവർത്തിച്ച് പറയണം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. പറഞ്ഞോ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ദൈവമേ, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം കർത്താവേ ഈ മക്കൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.